2014 മുതൽ കേന്ദ്രത്തിൽ ഹാട്രിക് തുടർച്ചയിൽ ഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി രാജിവെക്കേണ്ടി വരുന്നത്. ഇത് ഒരു അസ്തമനത്തിന്റെ തുടക്കമായിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതിനു മുമ്പ് പല പ്രതിസന്ധികളും ഒക്കെ കേന്ദ്രത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രഹ്ലാദ് ജോഷിയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നതും. ഇതിനെ എങ്ങനെയായിരിക്കും കേന്ദ്രം നേരിടാൻ പോകുന്നത്? RSSന്റെ കൂടി ഒരു മുന്നറിയിപ്പ് കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു സ്പ്ലിറ്റ് കേന്ദ്ര സർക്കാരും RSSും തമ്മിൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ സമരം ഒരുപാട് കാര്യങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ജെൻസികൾ, കുട്ടികൾക്കൊന്നും അറിയില്ല. അവർ ഈ മൊബൈൽ നോക്കിയിരിക്കുന്നവരാണ്, ഇൻസ്റ്റയിൽ നോക്കുന്നവരാണ്, റീല് നോക്കുന്നവരാണ്. അവർക്ക് രാഷ്ട്രീയം അറിയില്ല, ഒരു പത്രം വായിക്കാറില്ല. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ കാരണവന്മാർ എന്ന് പറയുന്ന തന്ത വൈബെന്നോ തള്ള വൈബെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു നിലപാട്. അതല്ല എന്ന് ആദ്യം മുതൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇന്നും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവർ ഈ രാഷ്ട്രീയ സംവിധാനവുമായി, സാമൂഹ്യ സംവിധാനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് അവരുടെ ഭാഷ ഇതിന്റെ നേതൃത്വത്തിന് അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ജെൻസിയുടെ ഭാഷ നേതൃത്വത്തിന് അറിയില്ല. ഇപ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ്. ആ ഞെട്ടൽ ഇപ്പോഴും പലർക്കും മാറിയിട്ടില്ല. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് BJPക്ക് ഇപ്പൊ കിട്ടിയത്. ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ ആഘാതം BJPക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. BJPയുടെ അസ്തമയത്തിന്റെ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റം ഏജൻസികൾ, കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ പിന്നെ അത് ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെ മുമ്പോട്ട് പോയി. അതിനൊരു കാരണം ഈ പ്രക്ഷോഭത്തെ സംബന്ധിച്ച് ഭരണപക്ഷം മനസ്സിലാക്കിയേക്കാൾ നന്നായി പ്രതിപക്ഷത്ത് പലരും മനസ്സിലാക്കി എന്നുള്ളതാണ്. അതതിൻ്റെ ഒരു കാര്യം. പ്രതിപക്ഷം യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നതിന്റെ ഒരു ലക്ഷണമാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഭരണപക്ഷം ഇപ്പോഴും ശരിയായ ഭരണപക്ഷമായിട്ടില്ല. അവർ ചെയ്തത് എല്ലാം തെറ്റായിരുന്നു. രണ്ട് ടീം തമ്മിൽ കളിക്കുമ്പോൾ, ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുമ്പോൾ, ഒരു ടീം പ്ലാൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റിപ്പോകും, വേറൊരു ടീം പ്ലാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാവും. ഇന്ന് അവരുടെ എല്ലാം ശരിയാണ്, ക്യാച്ച് എല്ലാം എടുക്കും, അല്ലെങ്കിൽ ഇതല്ല. അങ്ങനെയുള്ള നമ്മൾ പറയാറുണ്ടല്ലോ, ദേ ഹാവ് എവറിത്തിങ് ഡൺ, ദേ കനോട്ട് ഡു റോങ് ടുഡേ. ഈ കാര്യത്തിൽ കംപ്ലീറ്റ് തെറ്റായിരുന്നു ഭരണപക്ഷം എടുത്തത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ കൊടുത്ത സന്ദേശം എന്താണ്? ഈ കുട്ടികൾ കൊടുത്ത സന്ദേശം എന്താണ്? നമ്മുടെ ജനാധിപത്യം വലിയ തോതിലുള്ള ഭീഷണി നേരിടുന്നു. ഫാസിസത്തിന്റെ ഭീഷണിയുണ്ട്. ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അത് എന്താ പറയുക, ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതി പോലും നമുക്ക് വിശ്വസനീയമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസനീയമല്ല എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അതുപോലെ നിരവധി സ്ഥാപനം, ED, CBI, ഇനിയില്ല. അപ്പോ ഇത് വിശ്വസനീയമല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ എങ്ങനെ വിശ്വസിച്ചു പോകും? ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പോകും, അല്ലെങ്കിൽ കോടതി പോകും. അപ്പൊ അവർ വേറെ വഴി നോക്കും. അത് ജനാധിപത്യത്തിന് ഗുണകരമല്ല. ഇത് തിരിച്ചറിഞ്ഞ കുട്ടികൾ അവരാവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കും. അപ്പോഴും ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത്, UPA സർക്കാരിന്റെ ഭരണകാലത്ത് ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ വേണമെന്നില്ല. UPA സർക്കാരിന്റെ കാലത്ത് ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു എന്ന ചോദ്യം നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ചോദ്യമാണ്. അവിടെയാണ് ഈ കുട്ടികൾ മാറുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇതുവരെയുള്ള പരിമിതിയാണ് ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത് ഉണ്ടായില്ലേ? നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് തെറ്റ് ചെയ്തു എന്ന് തന്നെ വെക്കുക. ആ തെറ്റ് ആവർത്തിക്കാനല്ലോ നിങ്ങളെ തെരഞ്ഞെടുത്തു, അല്ലെ? ഇപ്പൊ കേരളത്തിൽ ഭരണം മാറ്റുണ്ട്. LDF ചെയ്തത് തെറ്റ്, അതുപോലെ സതീശൻ ചെയ്യണമെങ്കിൽ സതീശൻ സർക്കാരിനെ എന്തിനാ ജനങ്ങളെ തെരഞ്ഞെടുത്തത്? അല്ലല്ലോ. അപ്പൊ അതൊരു ന്യായമല്ല ജനങ്ങളെ സംബന്ധിച്ച്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് സർക്കാർ ചെയ്തു എന്നല്ല. 22 ലക്ഷം കുട്ടികളുടെ ഭാവി 3-4 വർഷമായി വലിയ തോതിൽ അപകടത്തിലായിരിക്കുന്നു. അവരുടെ പ്രതീക്ഷ അറ്റിരിക്കുന്നു. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയിച്ചത് ഈ നീറ്റ് പരീക്ഷയാണ് കാരണമെങ്കിലും അതിനപ്പുറത്ത് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന റേറ്റിലാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. കുട്ടികൾ എങ്ങനെയെങ്കിലും പുറത്തുപോയി മാത്രം രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കും. അപ്പൊ അവരെ അവസാനമായി അവരെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞത് ഇതിന്റെ ഏറ്റവും വലിയ ആശ്രയമായ സുപ്രീം കോടതിയാണ്. പാറ്റകൾ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവരെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബിരുദമില്ലാത്തവരെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചോദ്യം, ഇതെല്ലാം ഡോളറിന്റെ വില 100 രൂപയുടെ അടുത്തെത്തുക. പെട്രോളിന്റെ വില കുറയ്ക്കുന്നതുകൊണ്ട് പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ജീവിത സാഹചര്യം വളരെ അപകടകരമായിരിക്കുന്നു. ഇപ്പൊ IT മേഖലയിൽ തന്നെ തൊഴിലുകൾ നഷ്ടപ്പെടും എന്നുള്ള വലിയ ഭീതിയിലാണ് കുട്ടികൾ.
അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ കുറെ സാഹചര്യങ്ങളുണ്ട്. പിന്നെ UPA കാലത്ത് ചെയ്തോ എന്ന് നോക്കേണ്ട കാര്യമൊന്നും കുട്ടികൾക്കില്ല. ഇപ്പൊ എന്നെ നിങ്ങൾ അടിച്ചാൽ എന്റെ വേറൊരാൾ ഞാൻ അടിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും ന്യായീകരണമല്ല. പിന്നെ അടി കിട്ടിയ ആൾ ഞാനല്ലേ. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് UPA NDA ഒന്നും പ്രശ്നമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെയാണ് ഞാനിതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ നന്നായി കണ്ടത്. പ്രതിപക്ഷത്തിന് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം, ഈ പറഞ്ഞ തകർച്ചകൾ മുഴുവൻ ഉണ്ടാവുമ്പോഴും പ്രതിപക്ഷം ഈ ചോദ്യം ചോദിച്ചാൽ ഉടനെ ചോദിക്കാൻ പോണത് UPA കാലത്ത് ഉണ്ടായില്ലേ, കോൺഗ്രസ് കാലത്ത് ഉണ്ടായില്ലേ, CPM കാലത്ത് ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ഇവർ പതറിപ്പോ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ തെറ്റും ന്യായീകരിക്കപ്പെടുന്നത്. കുട്ടികൾ അങ്ങനെ അതിനെ മറികടന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് UPA NDA ഒന്നുമല്ലല്ലോ വിഷയം, ഇപ്പോൾ ഭരിക്കുന്നവരോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഇതിനെ കക്ഷി രാഷ്ട്രീയത്തിനെ വിഷയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക. സബ്ജക്ട് പൊളിറ്റിക്സിലാണ്, കക്ഷി രാഷ്ട്രീയമല്ല. കക്ഷി രാഷ്ട്രീയം അപ്രസക്തമായി. കാരണം എന്താ വെച്ചാൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പലവട്ടം ഉന്നയിച്ചതാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു ദേശീയ വിഷയമായി ഉയർത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതൊരു ചോദ്യമാണ്. ഒരു പാർട്ടിക്കും കഴിഞ്ഞില്ല. നേരെ മറിച്ച് ഇവർ പ്രക്ഷോഭം തുടങ്ങുന്നു. പ്രക്ഷോഭം ഞാനതിൽ രാഹുൽ ഗാന്ധിയെ കണ്ട ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം, രാഹുൽ ഗാന്ധി ആ പ്രക്ഷോഭക്കാരുടെ അടുത്ത് പോയി സെൽഫി എടുത്തില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ, പ്രതിപക്ഷത്തിന്റെ റോൾ ഈ സമരത്തിൽ കൊണ്ടുവരില്ല. അവർ ആ സമരം ചെയ്യുന്നുണ്ട്, അവർ നന്നായി ചെയ്യുന്നുണ്ട്, അതവർ ചെയ്യട്ടെ. ഈ വിഷയം മറ്റു പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരലാണ് ഞങ്ങളുടെ ജോലി. കാരണം ഇവർ പാർലമെന്റിൽ കൊണ്ടുവരാം, ഇവർക്ക് മറ്റു പൊതുസമൂഹത്തിൽ കൊണ്ടുവരാം, പ്രധാനമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോവാം. പ്രതിപക്ഷ നേതാവ് അത് അദ്ദേഹം ചെയ്തത്. പാർലമെന്റിൽ 5 ദിവസം ബഹളം ഉണ്ടായി, പാർലമെന്റ് സ്തംഭിപ്പിച്ചു, അത് വലിയ വാർത്തയായി. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകാന്നുള്ളത് കേവലം പ്രധാനമന്ത്രിയെ കാണാന്ന് വിചാരിച്ചു പോണതല്ല. ഇപ്പൊ നമ്മൾ സെക്രട്ടറിയിൽ മാർച്ച് ചെയ്യാൻ സെക്രട്ടേറിയറ്റ് മന്ത്രിയെ കാണാൻ വെച്ചിട്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു സർജിക്കൽ സ്ട്രൈക്കായി, അത് വേറെ തരത്തിൽ വന്നു. ഈ കുട്ടികളെ മർദ്ദിച്ചപ്പോൾ, സോനം വാങ്ചുക്കിനെ മാറ്റിയപ്പോൾ ഈ കുട്ടികൾക്കെതിരായി പെല്ലറ്റ് അടക്കമുള്ള പ്രയോഗം വന്നു. ആ വിഷയം രാഹുൽ ഗാന്ധി പുറത്ത് ഗവൺമെന്റിനോട് അഡ്രസ്, പ്രതിപക്ഷ നേതാവിന്റെ റോള് ഗവൺമെന്റിനോട് ചോദിക്കില്ല, അതാ ഇവിടെ ഇങ്ങനെ സമരം നടക്കുന്നു. അപ്പൊ നിങ്ങളുടെ കാലത്ത് സമരം നടന്നില്ലേ, അടിയന്തരാവസ്ഥ ഉണ്ടായില്ല എന്ന് ചോദിച്ചിരുന്ന ഒരു അർത്ഥമില്ല. കാരണം ഈ കുട്ടികൾ അടിയന്തരാവസ്ഥ ഉണ്ടായിട്ട് എത്രയോ കഴിഞ്ഞിട്ട് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച കുട്ടികളാ. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച കുട്ടികളോട് അടിയന്തരാവസ്ഥ ഉണ്ടായില്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായില്ലേ എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഉത്തരമില്ല. അപ്പൊ അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് വളരെ കൃത്യമായി പ്രതിപക്ഷം സമാന്തരമായി അതൊരു കാര്യമാണ്. കാരണം ഇതിനിടയ്ക്ക് കയറി പൊളിഞ്ഞു പോയാൽ, നേരെ മറിച്ച് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിരുന്നെങ്കിലും പൊളിഞ്ഞു പോയാൽ. കാരണം എന്താ, കോൺഗ്രസിനോട് ഈ ചോദ്യം വരും. CPM ഏറ്റെടുക്കാൻ പറ്റില്ല, CPM ശക്തിയില്ല നിൽക്കുക. ഇവിടെ ഈ ചർച്ചയ്ക്കിടയ്ക്ക് BJP-കാർ ഉന്നയിച്ചത് PSC-യിലെ തട്ടിപ്പുകളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ അവരുടെ പരിമിതിയുണ്ട്. ആ പരിമിതിയെ മറികടക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നു. അവർ പറയുന്നു എല്ലാ വിഷയവും കക്ഷി രാഷ്ട്രീയത്തിന്റെ രീതിയിൽ കാണാൻ പറ്റില്ല. മാത്രമല്ല കക്ഷി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പരിമിതി, അവരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും ഇവർക്ക് വിഷയമല്ല, ഇവരത് ഉന്നയിച്ചിട്ടുമില്ല. അവരാകെ പറഞ്ഞ എന്താ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, കാരണം അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയാണ്, സ്ഥാപനപരമായ ഉത്തരവാദിത്വം. ഞാനൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു സാധനം, ഒരു സേവനം, അതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ലേ? ഞാനത് ചെയ്യണ്ടേ? ഇത്രയും കുട്ടികളെ, കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, പ്രശ്നം ചെയ്തു, ഞാൻ ആ സ്ഥാപനത്തിന്റെ ഉടമയാണ്, എനിക്കൊരു ഉത്തരവാദിത്തമില്ലേ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ആ അക്കൗണ്ടബിലിറ്റി അവർ സ്ഥാപിച്ചു. അതിന് ധർമ്മേന്ദ്ര പ്രധാൻ BJP ആയതുകൊണ്ടോ വേറൊരാളായതുകൊണ്ടോ അല്ല അവര്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്താ, നിങ്ങളുടെ ഒരു ചർച്ച, ഇപ്പൊ അയോധ്യയിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ കാശ്മീരിലെ വിഷയം എന്താ, ഇതിനൊക്കെ മറുപടി പറയേണ്ട ജോലി ഈ കുട്ടികൾക്കില്ലല്ലോ. എനിക്ക് അടി കിട്ടിയാൽ ഇവിടെ നടക്കണില്ലേ, ഗാസയിൽ എന്തൊക്കെ കുഴപ്പം നടക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അത് പറയാത്തെ? ഇവര് ഗാസയിലെ കുഴപ്പത്തിന് പോയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവർ വളരെ കൃത്യമായ ഒരു സബ്ജക്ട് രാഷ്ട്രീയം എന്നുവെച്ചാൽ ഒരു വിഷയ രാഷ്ട്രീയം അവർ ഉന്നയിക്കുന്നു. അതിന് പ്രതിപക്ഷം പിന്തുണ നൽകും. മറ്റു പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്, ഞാൻ പറയാം, ബംഗ്ലാദേശിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിപക്ഷം ഇങ്ങനെ ചെയ്തില്ല. പ്രതിപക്ഷം ചെയ്യാതിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു, അത് കൈവിട്ടുപോയി, വേറെ തരത്തിൽ അത് അക്രമാസക്തിയൊക്കെ ആയി. ഇവിടെ പ്രതിപക്ഷം അതില്ല. ഇപ്പോ ഈ സമരം നടക്കുമ്പോൾ അവിടെ സത്യാഗ്രഹിക്കുന്ന ഐസ എന്ന് പറയുന്ന അവരാണല്ലോ ഇവരോടൊപ്പം നിരാകരിക്കുന്നത്. അതിന്റെ നേതാക്കൾ നേരെ പോയി കണ്ടത് രാഹുൽ ഗാന്ധിയെ കണ്ടു. ഇത് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ സമരത്തെ സഹായിക്കാൻ പറ്റും? അവരങ്ങോട്ട് ചെല്ലുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, നിങ്ങൾ ചെയ്യൂ. അവരോട് സമര ഉദ്ഘാടനം ചെയ്യാൻ വരാനല്ല പറഞ്ഞു. അതാണ് വ്യത്യാസം. സമര ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി പോയിരുന്നെങ്കിൽ സമരം അതോടെ അവസാനിച്ചേ. അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ മാത്രമല്ല, അന്നാ ഹസാരയുടെ സമരത്തിൽ
ഇവരൊക്കെ ഒന്നിച്ചു പോയിരുന്നില്ലേ? ഇപ്പൊ അരുൺ ജെയ്റ്റ്ലി BJP നേതാക്കളും CPM നേതാക്കളും ഒക്കെ പോയിരുന്നു. അവസാനം സമരം തട്ടിപ്പായിരുന്നു എന്നും അതിന്റെ പിന്നിൽ BJP ആയിരുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. അങ്ങനെയാണ് BJP അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഇനി ഈ സമരത്തെ നേരിട്ട രീതി, ഒന്ന്, ഇതൊരു സജീവ പ്രശ്നമാണ് എന്ന് അംഗീകരിക്കാൻ തന്നെ പ്രധാനമന്ത്രിക്ക് മാസങ്ങൾ എടുത്തു. മെയ് 2-ന് മെയ് 3-ന് പരീക്ഷ നടന്നിട്ട് ജൂലൈ 20 കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് തോന്നിയ കുട്ടികൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അതൊന്ന്. 2, ഇതിനെ അകത്ത് തന്നെ BJPക്ക് അകത്ത് തന്നെ ഇപ്പൊ RSS അടക്കമുള്ള ആളുകൾക്ക് ഇത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. കാരണം ABVPക്ക് പോലും അവരുടെ കുട്ടികളുണ്ടല്ലോ, ABVPയിൽ പഠിക്കുന്ന കുട്ടികളും മറ്റ കുട്ടികൾക്കും നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, അല്ലെ? അവരുടെ കുടുംബക്കാരില്ലേ, BJP കുടുംബക്കാരില്ലേ? അപ്പൊ അതിലൊരാൾ ഒരു ലേഡി വന്ന് പറഞ്ഞല്ലോ, ഞാൻ BJPക്കാരിയാണ്, പക്ഷെ എന്റെ കുട്ടി നീറ്റ് പരീക്ഷ ഇതുകൊണ്ട് അവള് വല്ലാതെ ട്രോമയിലാണ്. അപ്പൊ ഞാൻ ഈ സമരത്തിന് വന്നത് അതുകൊണ്ടാണ്. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി നിൽക്കണമെങ്കിൽ അവര് വരില്ല, മനസ്സിലായി? രാഹുൽ ഗാന്ധിയോ വേറെ ആരെങ്കിലും നിൽക്കണമെങ്കിൽ അവര് വരില്ല. അപ്പൊ അത് ഒരു പുതിയ സൂചനയാണ്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഇന്ത്യയിൽ നടന്നു വരുന്ന വിജയിക്കുന്ന എല്ലാ സമരങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. രണ്ടാമത്തെ കാര്യം, ഈ സമരത്തിന് BJPയുടെ മറ്റൊരു അജണ്ട അറിയാതെ പൊളിഞ്ഞുപോയി. അത് വർഗീയതയുടെ അജണ്ട. ഇവിടെ ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ലാതെ കുട്ടി ജൻസിയുടെ ഇടയിൽ ഈ വ്യതിയാനമില്ല എന്ന് അവർ ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് അമ്പലം പൊളിക്കലോ പള്ളി പൊളിക്കലോ ഒന്നും ഞങ്ങളുടെ പണിയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമുണ്ട്, ഞങ്ങൾ ആ ജീവിതം ജീവിക്കുകയാണ്. അതിൽ നിങ്ങൾ അമ്പലമോ പള്ളിയോ ഒന്നും ഞങ്ങളുടെ വിഷയമല്ല, മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും വിഷയമല്ല. അവിടെ എല്ലാവരും വരുന്നു. ആ കുട്ടികൾ ഒരു തരത്തിലുള്ള വിവേചനവും അതിനകത്ത് കാണിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, അവർ ഉയർത്തിപ്പിടിച്ചത് അംബേദ്കറെയാണ്. അത് BJPക്ക് സഹിക്കാത്ത രാഷ്ട്രീയം. അംബേദ്കറുടെ രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ആളെന്ന് മാത്രമല്ല, ഇന്ത്യൻ സാമൂഹിക മാറ്റത്തിൽ ഏറ്റവും നിർണായകമായ കാറ്റലിസ്റ്റ് അംബേദ്കർ, അതിനുള്ള പ്രേരക ശക്തി അംബേദ്കറാണ്. ഇപ്പൊ അഭിജിത് ദീപ്ക്ക് അംബേദ്കർ പടം എടുത്തിട്ടാണ് കാണിച്ചത്. അത് വളരെ വളരെ വലിയൊരു ചലഞ്ചിങ് ആയ കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനും അംബേദ്കറുടെ പടം എടുക്കുക, കാണിക്കുക. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹി എന്നുള്ളതൊക്കെ പൊളിഞ്ഞ് പാളീസായില്ലേ? ഇതേ രാജ്യദ്രോഹികൾ, വിദേശ പണം വാങ്ങുന്നവർ, പാകിസ്ഥാന്റെ ഏജന്റുമാർ, ചൈനയുടെ ഏജന്റുമാർ, അമേരിക്കയുടെ ഏജന്റുമാർ, അവരൊക്കെ ആയിട്ട് ഇന്ന് മന്ത്രിക്ക് ചർച്ച ചെയ്യേണ്ടി വന്നില്ലേ? ചർച്ച ചെയ്ത് തീരുമാനം എടുത്തില്ലേ? ഇത്തരം സമരങ്ങളോട് സർക്കാരുകൾ എടുക്കുന്ന സമീപനം, നമുക്ക് കേരളത്തിൽ ഉദാഹരണം എടുക്കാമല്ലോ. കേരളത്തിൽ ആശ പോലെയുള്ള ഒരു സമരം വന്നപ്പോൾ എന്താ സർക്കാർ പറഞ്ഞത്? അതൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സിന്റെ സമരം, കുറച്ചാളുകളെ ഉള്ളൂ. ഇപ്പൊ ഈ സമരത്തിൽ പങ്കെടുത്തവരിൽ നീറ്റ് എഴുതിയവർ വളരെ കുറച്ചേ കാണുള്ളൂ. അവർ പലരും പറഞ്ഞു, അത് നീറ്റ് എഴുതിയ കുട്ടികൾ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ, പക്ഷെ മറ്റു കുട്ടികൾ വന്നു, അവർക്ക് വന്നൂടെ? ആശാ സമരത്തിൽ കുറച്ച് ആശമാരെ വന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു മണ്ടത്തര. ആശമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും വരാമല്ലോ സമരത്തിൽ. അപ്പൊ ഇതാണ് നമ്മുടെ സർക്കാരുകളുടെ ഒരു രീതി. അത് പണ്ട് നന്ദിഗ്രാം വന്നപ്പോഴും CPM-ന് ഇതേ തെറ്റുപറ്റി. കാരണം കുറച്ചാളുകളേ ഉള്ളൂ, അവരല്ല, വേറെ ആളുകളാണ്, പ്രതിപക്ഷമാണ്, ഇമാതിരി നോൺസെൻസ് ഒക്കെ പറഞ്ഞു. അതിന്റെ BJP പറഞ്ഞു, രാജ്യദ്രോഹികളാണ് ഇവര്, വിദ്യാർത്ഥികളല്ല, ഇതാണെന്നൊക്കെ. ഇതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, ഇതിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്ദേശമുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അസ്വസ്ഥതയുണ്ട്. മാത്രമല്ല, UP-യിൽ അയോധ്യയിലെ കൊള്ളയടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ അവർ വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂടി കൾമിനേറ്റ് ചെയ്ത് വന്നാൽ തീർച്ചയായും BJP ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായി ഇത് വരും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. 2011-ലെ അന്നാ ഹസാരെ പ്രക്ഷോഭമാണ് 2014-ൽ മോഡിയുടെ വരവിന് കാരണമായെങ്കിൽ 2026-ലെ പ്രക്ഷോഭം 2029-ൽ മോഡിയുടെ പതനത്തിനും വഴിവെച്ചേക്കാം. കാരണം ജനാധിപത്യത്തിൽ ഒരാൾ തോൽക്കുക എന്നുള്ള ഒരു തെറ്റൊന്നുമില്ല. അതാണ് ഇത് നൽകുന്ന സൂചന.